വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റഡി ബ്ലോഗാണ് കേട്ടോ. നമുക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 4th സ്റ്റഡി ബ്ലോഗാണ്. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറയും എല്ലാം കൂടെ ഒക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 5 ഡേയ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റഡി ലീവൊക്കെ നല്ല രീതിയിൽ മൂഞ്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ പോയി കുറച്ച് നേരം വർക്കൗട്ട് ചെയ്തു. കാരണം കുറച്ച് മെഡിസിൻ്റെ എഫക്റ്റൊക്കെ ഉണ്ട്. ആൻറ്റിബയോട്ടിക്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് ചപ്പിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്യാമെന്നുള്ളത്. സോ അതിന് ശേഷം ആ ഒരു മുഖത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് നേരെ പോയിട്ടൊരു കുളി കുളിച്ചിട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഹെയർ ഒന്നും നല്ല രീതിയിൽ വാഷ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നേരെ പോയി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് മറ്റന്നാളാണ് എക്സാം വരുന്നത്. അപ്പോൾ നാളെ നമ്മൾ ഹോസ്റ്റലിൽ പോവും. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ അത്യാവശ്യം പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് വെച്ചിട്ട് വേണം പോകാൻ. കാരണം നാളെ നമ്മൾ രാവിലെ പോയാൽ എങ്ങനെയായാലും ഉച്ച കഴിഞ്ഞിട്ട് എത്തുള്ളൂ. പിന്നെ പോയതിൻ്റെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് നാളെ അങ്ങനെ പഠിത്തം നടക്കില്ല. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ വിചാരിച്ചു മിക്കതും ഇന്ന് പഠിച്ച് തീർക്കാമെന്നുള്ളത്. പിന്നെ നമുക്ക് ഇൻറ്റേർണൽ എക്സാം ആയതുകൊണ്ട് തന്നെ 2 മൊഡ്യൂളാണ് ഒരു എക്സാമിന് പഠിക്കാനുള്ളത്, ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2 എക്സാമാണ്. രാവിലെ ഒരു എക്സാമും ഉച്ചയ്ക്കൊരു എക്സാമും. അപ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഷെഡ്യൂളാണ്. എന്നാലും പറ്റുന്ന രീതിയിൽ പഠിച്ച് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി 1 വീക്ക് കിട്ടിയിട്ടും എന്താ പറയുക, ഒന്നും ആയിട്ടില്ല. അതിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ അവിടെ നിന്നും ഇഞ്ചക്ഷൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിലായിട്ടും ഒന്നും നോക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പറ്റുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിക്കുക എന്നുള്ളത്. ഈ ഒരു ലാസ്റ്റ് നിമിഷം നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നുള്ളത്. ഒട്ടും ടൈമില്ല. അപ്പോൾ 4 സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കേട്ടോ. ഇന്ന് ചിക്കനും പയറും പിന്നെന്തോ ഈ ഇടിച്ചക്ക വെച്ചിട്ടൊരു കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും ഒരു ജേണൽ വീഡിയോ ചെയ്തതിൻ്റെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ മാർച്ച് ഫസ്റ്റ് വീക്ക് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞിട്ടൊരു മൂഡ് ടേക്കറിൻ്റെ ഒരു ജേണലിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് കുറച്ച് ഭാഗം കൂടി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ളും 4 സബ്ജക്റ്റും തിയറിയാണ്. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് പോണ നിമിഷം ആ ഒരു പോയിൻറ്റ്സ് മാത്രമൊന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, കണ്ണോടിച്ച് വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അതും എല്ലാ സബ്ജക്റ്റിനും ഇല്ല. ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റിന് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. മറ്റേത് PDF നോക്കിയിട്ട് തന്നെയാണ് പഠിക്കാറുള്ളത്. പിന്നെ തിയറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് കണ്ടൻറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വാരി വലിച്ച് എഴുതിയാലൊന്നും ടീച്ചേഴ്സ് തരില്ല. അപ്പോൾ നല്ല രീതിക്ക് പഠിക്കാൻ വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ഈ ഒരു തണ്ണിമത്തം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഡിന്നറൊക്കെ ആയപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള താത്ത നമുക്ക് പത്തിരിയും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ റംസാൻ മന്ത് ആകുമ്പോൾ ഇവിടെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് വീണ്ടും പഠിക്കാനാണ്. കാരണം ഇന്ന് തന്നെ അത് തീർക്കണം. എന്നിട്ട് തന്നെ ഒന്നും ആയിട്ടില്ല. പറ്റുന്നത്ര പഠിച്ച് ഞാൻ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇൻറ്റേർണൽ എക്സാം ആണല്ലോ. അപ്പോൾ പിന്നെ ഇനി സെമ്മിന് നോക്കാമെന്നുള്ള ആ മൈൻഡോടെയാണ് ഞാൻ പഠിക്കാനിരുന്നത്. പക്ഷേ ഇപ്പോൾ എടുത്തിട്ടുള്ള ചാപ്റ്റർ എന്തോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചധികം നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെഡിസിൻ കഴിക്കണതിൻ്റെ ആ ഒരു ക്ഷീണമുണ്ട്. എന്നാലും ഞാൻ കുറച്ചധികം നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നാളെ നമുക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 1 വീക്ക് ലീവ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതൊരു എക്സാം ടൈമിലാണ് കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം 2x ഇട്ട് കാണാൻ നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറൻസ് തോന്നിയേക്കാം. എപ്പോഴും തൊണ്ട ശരിയായിട്ടില്ല. ഇപ്പോഴും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, എക്സാം
സ്റ്റഡി ലീവ് ഒരു 2 ആഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടത് എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ എഡിറ്റ് ചെയ്ത് ഇട്ടപ്പോഴും സൗണ്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റഡി ബ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.